ഇപ്പോൾ ഷിരൂരിൽ അർജുനായുള്ള തെരച്ചിൽ നടക്കുന്ന സ്ഥലത്ത് നിന്നും ഈശ്വർ മാൽപേ സംസാരിക്കുന്നു. മേലധികാരികൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർ മാക്സിമം വേഗത്തിൽ എത്തിക്കാന്നാണ് പറഞ്ഞേക്കണേ. ഇപ്പൊ നമ്മൾ കിട്ടിയ സ്പോട്ടിൽ ഇൻസ്പെക്ഷൻ ചെയ്തിട്ട് ഒന്ന് മഡി വാട്ടറാണ് നമ്മൾ പിന്നെ വെള്ളത്തിനിടയിൽ ബ്ലൈൻഡ് ആയിട്ട് ചെയ്ത് പരിചയമുള്ളത്. നമുക്ക് പരിചയമുള്ളത് കൊണ്ട് ടച്ച് ആൻഡ് ഫീലിംഗുകളിൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. അനീഷ്, ഇന്ന് എത്ര സമയം വരെ നിങ്ങൾ ഡൈവ് ചെയ്യാനാണ് പ്ലാൻ? ഇത് മാക്സിമം ഞങ്ങൾ നമ്മുടെ എഫർട്ട് വൈകിട്ട് വരെ നമ്മൾ എടുക്കും. നമ്മുടെ സിലിണ്ടറിന്റെ എയർ അവസാനം തീരുന്ന വരെ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് മാക്സിമം ചെളി കലങ്ങി കിടക്കുന്നത് വിസിബിലിറ്റി ഇല്ലാത്തത് നമുക്കൊരു പ്രശ്നമല്ല. നമ്മൾ അതിൽ വർക്ക് ചെയ്ത് നമുക്ക് പരിചയമുണ്ട്. നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ട്. നമുക്ക് മെയിൻ പ്രശ്നം നമ്മളിവിടുത്തെ ആൽമരം ഒന്ന് വീഴുന്നുണ്ട്. അതിന്റെ ആ പോയിന്റിൽ മൊത്തം കിടക്കുന്നതുകൊണ്ട് നമുക്ക് അടിയിലേക്കുള്ള കൂടുതൽ സെർച്ച് നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ ആൽമരം വലിച്ചു കയറ്റാനുള്ളതാണ് നോക്കുന്നത്. അതിന്റെ വൈകുന്നത് കൊണ്ട് നമ്മൾ വേറെ ഇവിടെ രണ്ട് പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അതിന്റെ സെർച്ചുകൾ നമ്മൾ തുടരും. അതാണ് ഇപ്പൊ സാർ ഈശ്വരൻ പറഞ്ഞത്. വിവരങ്ങളുമായി ഫെലിക്സ് ചേരുന്നു. ഫെലിക്സ്, ഇപ്പോൾ എന്താണ് പ്രതിസന്ധി അവിടെ? ഈ കലക്കവെള്ളം എന്നുള്ളതാണോ ഏറ്റവും വലിയ പ്രതിസന്ധി? ഇനി എന്താണ് ചെയ്യാൻ കഴിയുക തുടർന്ന്? ഈ കലക്കവെള്ളത്തിലും തെരച്ചിൽ നടത്താൻ കഴിയുമെന്നാണ് ഈശ്വർ മാൽപേ സംഘവും വ്യക്തമാക്കുന്നത്. അതായത് വെള്ളത്തിൽ വിസിബിലിറ്റി കുറവുണ്ട്, ചെളി നിറഞ്ഞ വെള്ളമാണ്. പക്ഷെ ആ ചെളി നിറഞ്ഞ വെള്ളമാണെങ്കിൽ കൂടി അവിടെ തെരച്ചിൽ നടത്താൻ കഴിയും എന്ന് തന്നെ ഈശ്വർ മാൽപേ ഇപ്പോൾ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് അല്പസമയത്തിനകം ഈശ്വർ മാൽപേ വെള്ളത്തിലിറങ്ങും. ഈ വെള്ളം കണ്ടാൽ നമുക്ക് മനസ്സിലാകും അവിടെ ചെളി നിറഞ്ഞ അവസ്ഥയിലാണ്. ചെളി നിറഞ്ഞ കലങ്ങിയ വെള്ളമാണ്. പക്ഷെ ആ കലങ്ങിയ വെള്ളത്തിലും തെരച്ചിൽ നടത്തുമെന്നാണ് ഈശ്വർ മാൽപേ അറിയിക്കുന്നത്. അല്പസമയത്തിനകം ഈശ്വർ മാൽപേയും സംഘവും ഇറങ്ങും. അതായത് ഈ കാഴ്ച വിസിബിലിറ്റി കുറവുള്ള ഇടങ്ങളിലും തെരച്ചിൽ നടത്താൻ പറ്റിയ സൗകര്യങ്ങൾ തങ്ങൾക്കുണ്ട്. അതായത് ഇപ്പോൾ ഈശ്വർ മാൽപേയും ഈശ്വർ മാൽപേയുടെ കൂടെയുള്ള സംഘങ്ങൾക്കും ഇത്തരത്തിൽ കാഴ്ചക്കുറവുള്ള വെള്ളത്തിനടിയിലും ചെന്ന് തെരച്ചിൽ നടത്താൻ കഴിയുന്ന സംവിധാനങ്ങളും അത്രയും പരിചയമുണ്ട് എന്നതാണ് ഈശ്വർ മാൽപേക്കുള്ള ഒപ്പമുള്ള ആളുകളും പറയുന്നത്. അതുകൊണ്ട് ഈ പ്രതിസന്ധി ഒരു വെള്ളം തെളിഞ്ഞ വെള്ളമല്ലാത്തൊരു പ്രതിസന്ധിയാണെങ്കിൽ കൂടി തെരച്ചിൽ നടത്തും. അതൊരു വലിയ വെല്ലുവിളിയായി മാറുന്നില്ല എന്നതാണ് ഈശ്വർ മാൽപേ വ്യക്തമാക്കുന്നത്. അല്പസമയത്തിനകം അതിനുള്ള തയ്യാറെടുപ്പുകൾ ഈശ്വർ മാൽപേ സംഘവും നടത്തുന്നുണ്ട്. ഏതായാലും അല്പസമയത്തിനകം ഈശ്വർ മാൽപേയും അദ്ദേഹത്തോടൊപ്പമുള്ള ആളുകളും ഈ പറയുന്ന വെല്ലുവിളി കാഴ്ചക്കുറവ് ഒരു പ്രതിസന്ധിയായി ഉണ്ടെങ്കിലും അത് മറികടന്നുകൊണ്ട് വെള്ളത്തിലിറങ്ങി പരിശോധിക്കുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. മറ്റേതെങ്കിലും സംഘങ്ങളോടെ എത്തിയിട്ടുണ്ടോ? SDRF, NDRF സംഘാംഗങ്ങൾ ആരെങ്കിലും? നേവിയുടെ സംഘമാണ് ഉള്ളത്. SDRFന്റെ ആളുകളും ഇവിടെയുണ്ട്. നേവിയുടെ സംഘം അല്പം മുമ്പ് ഈ പുഴയിൽ വന്ന് തെരച്ചിൽ നടത്തിയിരുന്നു. അങ്ങനെ പുഴയിൽ വന്ന് അവരൊന്ന് നിരീക്ഷണമൊക്കെ തന്നെ നടത്തി. പക്ഷേ മുങ്ങിത്തെരച്ചിൽ നടത്തിയില്ല. പക്ഷെ അവരിവിടെ അവരുടെ ഡെങ്കി ബോട്ടുകളിൽ ഇവിടെ എത്തി പരിശോധനയും വെള്ളം കലങ്ങിക്കിടക്കുന്നത് ഒരു പ്രതിസന്ധി തന്നെയാണ്. കാരണം കാഴ്ചക്കുറവിനൊരു പ്രശ്നമുണ്ട്. പക്ഷേ നേവി അങ്ങനെ ഒരു മുങ്ങൽ വിദഗ്ധർ മുങ്ങിയൊരു പരിശോധനയിലേക്ക് ഇപ്പോൾ കടന്നിട്ടില്ല. അതേസമയം അത് കടക്കുമോ എന്ന കാര്യത്തിൽ നേവിയുടെ ഭാഗത്തുനിന്ന് വ്യക്തതയില്ല. പക്ഷേ ഈശ്വർ മാൽപേയും സംഘവും പറയുന്നത് ഈ പറയുന്ന സ്ഥലത്ത് എത്ര വലിയ കാഴ്ചക്കുറവുണ്ടെങ്കിലും അതിനുള്ളിൽ ഇറങ്ങിച്ചെന്ന് തെരച്ചിൽ നടത്താൻ കഴിയും എന്നതാണ്. അതിനുള്ള പരിചയവും തങ്ങൾക്കുണ്ട്. അതായത് നേരത്തെയും സമാനമായ രീതിയിൽ ചെളി നിറഞ്ഞ പ്രദേശത്ത് കാഴ്ചക്കുറവുള്ള പ്രദേശത്ത് വെള്ളത്തിൽ ഇറങ്ങി പരിശോധന നടത്തിയ പരിചയമുണ്ട്. അതുകൊണ്ട് തങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാകില്ല. തങ്ങൾ ഏത് വെല്ലുവിളി ഉള്ള സ്ഥലത്തും ഇറങ്ങാൻ തയ്യാറാണ് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഈ പ്രത്യേകമായൊരു സ്പോട്ടുണ്ട്. ആ സ്പോട്ടിലാണ് തെരച്ചിൽ നടത്തുക. അതായത് എല്ലായിടത്തേക്കും തെരച്ചിൽ നടത്തുന്നില്ല. നേരത്തെ കയർ കണ്ടെടുത്ത് അവിടെ മാർക്ക് ചെയ്ത വശത്ത് അവിടെ മാത്രമായിരിക്കും ഇന്ന് തെരച്ചിൽ നടത്തുക. അവിടേക്ക് തെരച്ചിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് നേവിയും ഒപ്പം ഈശ്വർ മാൽപേയും വ്യക്തമാക്കുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ചും ആ സ്ഥലത്ത് മാത്രം കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തുമ്പോൾ അവിടെ കല്ലും മണ്ണും മരങ്ങളും ഒക്കെ തന്നെയുണ്ട്. മരങ്ങൾ എടുത്തു മാറ്റേണ്ടതുണ്ട്. അതിനായി 3 ക്രെയിനുകൾ ഇന്നലെ കാർവാറിൽ ലോറി ഉയർത്തിയ 3 ക്രെയിനുകൾ അല്പസമയത്തിനകം ഇവിടെ എത്തും. അപ്പോൾ ഈ പറയുന്ന ക്രെയിനിന്റെ അടക്കം സഹായത്തോടു കൂടി തന്നെ മരം ഈ പറയുന്ന സ്ഥലത്ത് മരം വീണ് കിടപ്പുണ്ട്. ഏതായാലും ഇന്ന് പുഴയിലെ വെള്ളം കലങ്ങിയതാണ് എങ്കിൽ കൂടിയും അതിൽ മുങ്ങൽ വിദഗ്ധർക്ക് ഇറങ്ങാൻ കഴിയുമെന്നും തെരച്ചിൽ നടത്താൻ കഴിയും എന്ന് തന്നെയാണ് ഈശ്വർ മാൽപേയുടെ നേതൃത്വത്തിലുള്ള സംഘം വിശ്വസിക്കുന്നത്. നേവിയും SDRFും ഒക്കെ അവിടെയുണ്ട്. കാര്യക്ഷമമായി തന്നെ ഇന്നും തെരച്ചിൽ തുടരുമെന്നാണ് ഫെലിക്സ് അവിടെ നിന്നും നൽകുന്ന വിവരം.